രാവിലെ എഴുന്നേറ്റ ഉടനെ ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ യങ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുക? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണല്ലേ? പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും, ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഇത് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത്, പ്രായമാകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, നിങ്ങളൊരു 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, ഏത് പ്രായക്കാരാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ടിപ്പ് കേട്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമതായിട്ട് ഞാൻ കുറച്ച് ഭക്ഷണങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ചസ് കുറച്ച് നാളുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയാനായിട്ട് നമുക്ക് വിവരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പാണ് ബോഡി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കേൾക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇതിന് പിന്നിലൊരു റീസൺ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കിടന്ന ആ സമയത്ത് അപ്പൊ തന്നെ നമ്മൾ കണ്ണ് ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി ഫുൾ ആയിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് കൈ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇതിലൂടെ ശരീരത്തിലേക്ക് ഫുൾ ആയിട്ട് ഒരു ബ്ലഡ് സർക്കുലേഷൻ എത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്റ്റിഫ് ആയിട്ടായിട്ടിരിക്കുക. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ മസിൽസും ജോയിന്റ്സും ഒന്ന് ലൂബ്രിക്കേഷൻ കിട്ടാനും മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യാനും നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കഴുത്തിൽ വേദന, കാലിൽ വേദന, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ സ്ട്രെച്ചിങ്ങിലൂടെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അപ്പൊ സ്ട്രെച്ചിങ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 10 സെക്കൻഡിന്റെ കാര്യമുള്ളൂ. കിടന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ടിപ്പ്. രണ്ടാമതായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക. പക്ഷെ പല ആളുകളും ഇതും ചെയ്യാറില്ല കേട്ടോ. വെള്ളം കുടിക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം വളരെയധികം ഡീഹൈഡ്രേറ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലിനും അവയവങ്ങൾക്കും എല്ലാ കാര്യത്തിനും വെള്ളത്തിന്റെ ഒരു ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ചായയും കാപ്പിയും കുടിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് ഉണ്ട്. ഈ ഒരു ആസിഡ് കുറച്ച് കൂടുതലായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്. അതിന്റെ മുകളിൽ നമ്മൾ ചായയും കാപ്പി കുടിക്കുമ്പോൾ അത് റിഫ്ലക്സ് ആയിട്ട് മുകളിലേക്ക് വരികയാണ് ചെയ്യുക. ഇതിലൂടെ പലതരം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പലതരം കാരണങ്ങൾ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ വെറും പ്ലെയിൻ വെള്ളം, ഞാൻ അതിൽ നാരങ്ങ ഒഴിക്കാനോ അല്ലെങ്കിൽ ചിയാ സീഡ്സിന്റെ വെള്ളം ഒന്നും പറയുന്നില്ല. വെറും പച്ചവെള്ളം നമ്മൾ കിടക്കുന്നതിന്റെ ബെഡിന്റെ അടുത്ത് നിങ്ങൾ ഒരു ഗ്ലാസ്സിലോ 2 ഗ്ലാസ്സിലോ നമ്മൾ നിറച്ച് വെക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെക്കരുത്. ചില്ലിന്റെ ഗ്ലാസ് അല്ലെങ്കിൽ നമ്മുടെ അലൂമിനിയത്തിന്റെ പാത്രത്തിൽ ഏതെങ്കിലും വെച്ചിട്ട് കുറച്ചും കൊണ്ട് വെക്കുക. രാവിലെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത ഉടനെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് കുടിക്കാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മലാസനത്തിന്റെ പോസിൽ, ഈ ഒരു പോസിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെള്ളം കുടിക്കാം. അപ്പൊ അതിലൂടെ നമ്മുടെ ഈ ഒരു മസിൽസ് ഒന്നും കൂടി സ്ട്രെച്ച് ആയിട്ടൊന്ന് മലത്തിന് കുറച്ചൊന്ന് സ്മൂത്ത് ആക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം. ഈ ഒരു കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എഴുന്നേൽക്കുക, സ്ട്രെച്ച് ചെയ്യുക, രണ്ടാമത് അപ്പൊ തന്നെ ഒരു ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം കുടി. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഓയിൽ പുള്ളിങ്. ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിൾ കൊള്ളുക. കവിൾ കൊള്ളാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏത് എണ്ണ യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കടുകെണ്ണ യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്നത് വെളിച്ചെണ്ണയായിരിക്കും. ഇത് എപ്പോൾ ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ച് വന്നുല്ലോ, എന്നിട്ട് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നോക്കുക. എങ്ങനെ ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. എന്നിട്ട് നമ്മൾ വായിലേക്ക് ഇട്ടതിന് ശേഷം നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് കവിൾ കൊള്ളുക, ഇതേപോലെ നോർമലായിട്ട് കവിൾ കൊള്ളുക. എത്ര സമയം ചെയ്യണം നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഈ ഒരു മസിൽസ് ഒക്കെ ഉണ്ടല്ലോ നല്ലൊരു വേദന പോലെ തോന്നും 5 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ. പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റേലും ചെയ്യുകയാണെങ്കിൽ അത്രയും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്നിട്ട് പതുക്കെ പതുക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സ്പിറ്റ് ചെയ്ത് കളയാനായിട്ട് നോക്കും. പിന്നെ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണാനായിട്ട് പറ്റും. നമ്മൾ വായിലായിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പതുക്കെ നമ്മുടെ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വെള്ള കളറിൽ പോകുന്നതും കാണാനായിട്ട് പറ്റും. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളം കൊണ്ട് വീണ്ടും നമ്മുടെ വായ നന്നായിട്ടൊന്ന് ഗാർഗിൾ ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളം നമ്മൾ തുപ്പിക്കളയാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ഓയിൽ പുള്ളിങ്ങിന് ചെയ്യുന്നത്. ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വായ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ, പല്ലില് വേദന, കാവിറ്റീസ്, തൊണ്ടിൽ നിന്ന് ഇങ്ങനെ ബ്ലീഡിങ് പോലെ വരികയാണ്, തൊണ്ടിൽ വീർത്ത് വരികയാണ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ നല്ലൊരു ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഓയിൽ പുള്ളിങ്ങിന് എടുക്കാനായിട്ട് പറ്റും. ആയുർവേദത്തിൽ നമ്മളിതിനെ ഖണ്ഡുഷ ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മളിതിനെ പറയാ. പലരും ചെയ്യുന്നവരായിരിക്കും, പലരും ചെയ്യാത്ത വലിയൊരു അറിവുണ്ടാവില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന്റെ മറ്റൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേസിൽ നല്ലൊരു ഗ്ലോയും കിട്ടും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഫേസിൽ ഗ്ലോ എങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മസിൽസ് ഒക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവാണ് ചെയ്യുക. അപ്പൊ ഫേസിലേക്കുള്ള ഒരു സർക്കുലേഷൻ കൂടിയിട്ട് പതുക്കെ പതുക്കെ ആദ്യ യൂസിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ നിത്യമായിട്ട് ചെയ്യുന്നതിലൂടെ ഫേസ് ഒക്കെ നന്നായിട്ട് ഡ്രൈനെസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് കൂടിയാണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ വെള്ളം കുടിച്ചതിന് ശേഷം ഈ ഒരു പ്രോസസ്സും കൂടി ചെയ്യാനായിട്ട് നോക്കും. നാലാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടല്ലോ, നമ്മൾ അന്നത്തെ ഒരു ഫുൾ ഡേ അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ടേക്കുള്ള ഒരു ലൈഫിന് വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നിങ്ങൾ വളരെയധികം ഹെൽത്തി ആണ്, നിങ്ങൾക്ക് യാതൊരുവിധ ഹെൽത്ത് കൺസേൺ ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഏത് ഫ്രൂട്ട് കഴിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ അഞ്ചാമതായിട്ട് ഞാൻ കുറച്ച് ലിസ്റ്റ് പറയുന്നുണ്ട് ഫ്രൂട്ട്സിന്റെ. അതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ 4 5 കറിവേപ്പിലയുടെ ഇല രാവിലെ ചവച്ചരച്ച് കുറച്ച് അതിന്റെ നീരിറക്കിയിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം കഴിക്കുന്നതും അതും ഉത്തമമാണ്. അല്ല ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടുതലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ തണ്ണിമത്തൻ ഉണ്ടല്ലോ, തണ്ണിമത്തൻ നിങ്ങൾക്ക് കഴിക്കുന്നതും നല്ലതായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിന്റെ ദോഷത്തിനനുസരിച്ച്, നിങ്ങളുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് രാവിലെ കഴിക്കാം. അടുത്തത് അഞ്ചാമതാണ്, ഞാൻ 5 ഫ്രൂട്ട്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു 5 ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഈ ആന്റി ഓക്സിഡൻസ് കൊളാജൻ പോലുള്ള കാര്യങ്ങളൊക്കെ കുറെ കാശ് കൊടുത്ത് വാങ്ങുന്ന കുറെ കാര്യങ്ങളെക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഫ്രൂട്ട്സിൽ ഏതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫ്രൂട്ടാണ് പപ്പായ. പപ്പായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിങ്ങനെ പറയുന്ന ധാരാളം കാര്യങ്ങളില്ലേ. പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ദഹനമൊക്കെ കുറച്ചൊന്ന് മന്ദഗതിയിലാകാനായിട്ടുള്ള വളരെ ചാൻസസ് ഉണ്ട്. അപ്പൊ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ദഹനത്തിനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പപ്പായൊക്കെ നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ. അവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കാര്യം കൂടിയാണ് പപ്പായ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ എന്ന് പറയുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിന്റെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് നല്ല ഹെൽത്തി ആക്കി വെക്കാനും നല്ലതാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെയധികം ഹൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർ പറയാണ് പപ്പായക്ക് കഴിച്ചോ എന്ന് പറയുമ്പോൾ മാത്രം എടുക്കാനായിട്ട് നോക്കുക. സോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു ഫ്രൂട്ട് ആണ് പപ്പായ. രണ്ടാമതാണ് മാതളം. മാതളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിലും റിച്ച് ആയിട്ട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നെ നന്നായിട്ടൊന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കുക, അതുപോലെ തന്നെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കുന്നതിനും കൊളാജന്റെ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ട് ഒരു ഗ്ലോ നൽകുന്നതിനും ഒക്കെ നല്ലതാണ്. മൂന്നാമതാണ് ഇളനീര്. ഇളനീര് എന്ന് പറയുമ്പോൾ കോക്കനട്ട് വാട്ടർ. കോക്കനട്ട് വാട്ടറിൽ കാലറി വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റ്, തടി കുറയ്ക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാവിലെ എന്നും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് നമ്മൾ കോക്കനട്ട് വാട്ടർ കുടിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കും. ഇലക്ട്രോലൈറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പൊട്ടാഷ്യം, മഗ്നീഷ്യം എന്ന് പറയുന്ന ധാരാളം കാര്യങ്ങൾ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇതില്. കിഡ്നിയിൽ കല്ലുള്ള ആളുകൾക്കും കോക്കനട്ട് വാട്ടർ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഇളനീര് അത്രയും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇതിൽ പൊട്ടാഷ്യത്തിന്റെ അളവുള്ളത് കൊണ്ട് തന്നെ കിഡ്നി ഫെയിലിയർ കണ്ടീഷൻസിൽ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ കിഡ്നിയിൽ സ്റ്റോൺ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ എന്നും കുറച്ച് നാൾ അടുപ്പിച്ച് ഒരു ഗ്ലാസ് ഇളനീര് കുടിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. മൂന്നാമത്താണ് ഇളനീര്. ഇനി അഞ്ചാമത്തെ ഒരു ഫ്രൂട്ട് ആണ് ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വൺ ആപ്പിൾ ഈക്വൽ ടു നോ ഡോക്ടർ എന്നൊക്കെ. പക്ഷെ ഇതും ശരിയാണ് കേട്ടോ. കാരണം ഇതിൽ നല്ല രീതിയിൽ ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂബിൾ ഫൈബർ എന്ന് പറയുന്നത് കൊളസ്ട്രോളിനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റിനും ആപ്പിൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ ദിവസവും നിങ്ങൾ ഒരു ആപ്പിൾ കഴിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി ഇതിന്റെ കൂടെ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. മറ്റൊന്നുമില്ല, ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയിൽ നല്ല രീതിയിൽ ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പ്രായമാകുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മലബന്ധം എന്ന് പറയുന്ന ഒരു പ്രശ്നം. അപ്പൊ ഈ ഉണക്കമുന്തിരി നമ്മൾ രാത്രി ഒരു 8 10 എണ്ണം കുതിർത്തിട്ട് രാവിലെ ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് ആ വെള്ളത്തോടു കൂടി നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഇത് നല്ലതായിരിക്കും. പക്ഷെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഇത് കഴിക്കാനായിട്ട് നോക്കുക. കാരണം ഇത് ഇൻസുലിനെ ഒന്ന് സ്പൈക്ക് ചെയ്യാനായിട്ട് വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു 5 ഫ്രൂട്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് റുട്ടീൻ ആയിട്ട് പറയുകയാണെങ്കിൽ
രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് എഴുന്നേൽക്കാനായിട്ട് കൂടി നോക്കുക. ബെഡിന്റെ അടുത്ത് നിങ്ങൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വെക്കുക. എഴുന്നേറ്റ് അപ്പം തന്നെ ആ ഒരു വെള്ളം നിങ്ങൾ പതുക്കെ പതുക്കെ സിപ്പായിട്ട് കുടിക്കുക. ശേഷം വന്ന് അപ്പം തന്നെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓയിൽ പുള്ളിങ് ചെയ്യുക. വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ കവിൾ കൊള്ളുക. എന്നിട്ട് പതുക്കെ ആദ്യത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കേണ്ടത് ഈ പറഞ്ഞ ഫ്രൂട്ട്സിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കൺസേൺ അനുസരിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ശേഷം നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു ഇനീഷ്യൽ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് നോക്കിയത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമന്റ് രൂപേണ എന്നെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ കമന്റ്സ് ആണ് എന്നെ ഒന്നും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.